ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഒരു കാപ്പിയിൽ നിന്നാണ് ഇന്നത്തെ തുടക്കം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇന്ന് ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വഴക്കും പിണക്കവും ഇണക്കവും ഒക്കെ ആയിട്ട് ഒരു വർഷം കൂടി ഇതേ കടന്നു പോയിരിക്കുന്നു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്നുള്ളത്. 4 വർഷത്തിൽ നിന്നുപരി ഞങ്ങൾ 7 കൊല്ലം സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. നമ്മുടെ വീട്ടുകാരുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വളരെ സ്പെഷ്യലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ അത്രയും നാളും 7 വർഷം നമ്മൾ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാത്തിരുന്നത്. നമ്മുടെ വീട്ടുകാരുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ആ ഒരു നിമിഷം അത് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും സ്പെഷ്യലാണ്. അപ്പോൾ അത് നിറവേറിയ ദിവസമാണ് നമുക്ക് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്പെഷ്യലാണ് നമുക്ക് ഈ ഒരു ദിവസം. എന്നും പറഞ്ഞ് വലിയ ആഘോഷങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞാഘോഷം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘോഷം തന്നെയാണ്. അപ്പം ഇന്ന് രാവിലെ അപ്പവും കിഴങ്ങേറിയായിരുന്നേ. അപ്പം ഞാൻ ഓരോ അപ്പങ്ങൾ ഇങ്ങനെ ചുട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ കിഴങ്ങേറിക്കുള്ള കിഴങ്ങും കാര്യങ്ങളും ഒക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് ഞാൻ ഉടച്ചൊന്നെടുത്തതാണ്. ഉടച്ചെടുത്തിട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് പിന്നെ തിളപ്പിക്കത്തില്ല, ഇങ്ങെടുത്ത് കടുക് വറുത്ത് ഇങ്ങെടുത്ത് രാവിലത്തേക്കുള്ള കാപ്പിക്ക് അപ്പവും കിഴങ്ങേറിയെല്ലാം ഉണ്ടാക്കി ഒരു സൈഡിലോട്ട് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഗ്യാസിലോട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അയമോദകം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൊറോണ സമയത്തായി ആദ്യമായിട്ട് ഈ അയമോദകം കരിഞ്ചീരകം ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ഇങ്ങോട്ട് ആ ഒരു സാധനം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് കുഞ്ഞിനെ എല്ലാം വേഗം ഇനി കുളിപ്പിച്ചെടുത്തേ. എനിക്ക് ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് അവൾക്ക് ആഹാരം കൊടുത്ത് കഴിയുമ്പോൾ രാവിലത്തെ എൻ്റെ പകുതി ജോലി കഴിഞ്ഞ് എനിക്കൊരു സമാധാനം കിട്ടും ആ ഒരു സമയത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട് വന്നപ്പം. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ അത് വെളിയിലിരുന്നാണ് കഴിക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്ക് കൊള്ളാവോ എന്നൊക്കെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു കിളി ഇങ്ങനെ ഈ ഒരു മരത്തിൽ ഇങ്ങനെ ചുറ്റും കിടന്ന് ഭയങ്കര ഒച്ചയിട്ട് അങ്ങ് കരയുമായിരുന്നേ. ഈ ഒരു മരത്തിൽ അത് കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു ചേരക്കുഞ്ഞാണെങ്കിൽ ഈ മരത്തിലോട്ട് കയറാൻ നോക്കുന്നത്. പിന്നെ വേഗം പോയി കെട്ടിയോനെ അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവരെങ്ങനെയൊക്കെയോ ആ ചേരക്കുഞ്ഞിനെ ഓടിച്ച് വിട്ട്. ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുമായിരുന്നു, അവിടെ ഒരു ചേരക്കുഞ്ഞ് വന്നെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ അതിനെല്ലാം ഓടിച്ച് വിട്ടിട്ട് നമ്മൾ ആ കൂടെടുത്തൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം അതിനകത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റി വെക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ആ കൂടെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് മുട്ടയോ കുഞ്ഞുങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നേ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടിൽ മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞ് വന്നപ്പോഴായിരുന്നു ആ ചേരക്കുഞ്ഞ് ഈ സെയിം ചേരക്കുഞ്ഞ് തന്നെയായിരുന്നു കയറി നമ്മുടെ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഇതായിട്ടുള്ള നെറ്റ് നമ്മൾ ചുറ്റിനും അടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പം പ്രത്യേകിച്ച് അതിനകത്തൊന്നും കണ്ടില്ല. പിന്നെ ആ കൂടെ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ട് ഞാൻ അമ്മ മീൻ വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് കറിക്കുള്ള അരപ്പൊക്കെ അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് കരുതിയിട്ട് വേഗം അതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചേ. അപ്പോഴത്തേക്കും അമ്മ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ മീനെല്ലാം വേഗം അരപ്പിലോട്ട് അങ്ങ് പെറുക്കി അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഈ മത്തി മീൻ കാണുമ്പം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ മത്തി വറുത്തതും മീൻ കറിയും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ. ഈ മീൻ്റെ കൂട്ടത്തിൽ ആകെപ്പാടെ ആസ്വദിച്ചും ഇഷ്ടപ്പെട്ടും കഴിക്കുന്നത് ഈ ഒരു മത്തി മാത്രമാണ്. അതുകൊണ്ട് മത്തി മേടിക്കുന്ന ദിവസം എനിക്ക് പ്രത്യേക സന്തോഷമാണ്. അത് കഴിക്കാനായാലും വെക്കാനായാലും എല്ലാത്തിനും. അങ്ങനെ കുക്കറിലാണെങ്കിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് അടിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കായും അതേപോലെ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം രണ്ടും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടൊരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം വേഗം ഞാൻ ചട്ടി വെച്ചിട്ട് കടുവൊക്കെ വറുത്ത് നമ്മുടെ കോവയ്ക്കയും വാഴയ്ക്കയും എല്ലാം കൂടെ അതിനകത്തോട്ടിട്ടിട്ട് എല്ലാം ഇങ്ങനെ തപ്പിപ്പുത്തി ഇങ്ങനെ വെച്ച് ചെറുതീയിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പരീക്ഷണങ്ങൾ മാത്രമാണ്. കാരണം കുറച്ച് കോവയ്ക്കയും കുറച്ച് ഏത്തക്കായുടെ കായവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും ഒറ്റയ്ക്കിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഒരു വെറൈറ്റി ടേസ്റ്റ്. സാധാരണയിൽ നിന്നും രണ്ടിൻ്റെ ആ കോവയ്ക്കയുടെ ആ ഒരു പുളിപ്പും പിന്നെ ആ വാഴയ്ക്കയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറുമുറാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് തപ്പിപ്പൊത്തി വെച്ച് ഒന്ന് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറാനായിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് ഇളക്കി വന്നപ്പോഴത്തേക്കും നല്ല മണവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കാണാനും നല്ല രസം ഉണ്ടായിരുന്നേ.
കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ആ വാഴക്കയുടെ ആ ഒരു കറുമുറു പോലത്തെ ആ ഒരു സംഭവവും ആ കോവയ്ക്കയുടെ പുളിപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വെളിയിലിരിക്കുവേ. വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ കുഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ കളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ ബൂബി പെണ്ണിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ചേട്ടനാണെങ്കിൽ ബൂബിയെ കുളിപ്പിക്കുമായിരുന്നേ. ഇവളെയാണെങ്കിൽ കുളിപ്പിച്ച് സുന്ദരിയാക്കുന്നത് വെറുതെയാണ്. നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ മൊത്തം അഴുക്കാക്കിയിട്ട് വരും. അമ്മാതിരി കളിയാണ്. കുളിപ്പിച്ചതിൻ്റേതായിട്ടുള്ള യാതൊരു അടയാളവും ഇല്ലാതെ നല്ല ചെളിയാക്കിക്കൊണ്ട് വരും. നമ്മൾ നട്ടിട്ടുള്ള പുതിനത്തേക്കൊക്കെ ഇത്ര ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവളെ അഴിച്ചു വിടാതെ കുളിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ട് അമ്മ നല്ല സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ചേട്ടനാണെങ്കിലും എല്ലാവർക്കും അടപ്പായസമാണ്, അടപ്രഥമനുണ്ടല്ലോ, ആ പായസമാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടം. അതാണെങ്കിൽ കുഞ്ഞ് വലുതായിട്ട് കഴിക്കത്തില്ല. അപ്പം അവൾക്ക് ഇഷ്ടം ഈ സേമിയ ആയതുകൊണ്ട് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സേമിയ പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ വൈകിട്ട് ഓച്ചിറ അമ്പലത്തിലോട്ടാണ് പോയത്. കഴിഞ്ഞ 3 വർഷവും വിവാഹ ദിവസം ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ വൈകിട്ട് വന്ന് തൊഴുത് അർച്ചനയൊക്കെ കഴിപ്പിക്കുവേ. അത് ഈ കൊല്ലം ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഈ കൊല്ലവും ഓച്ചിറ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞിനൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവന്മാർ വന്നപ്പം ഞങ്ങളൊരു മന്തിയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വലിയ ആഘോഷം ഇത്രയുള്ളേ. അപ്പം വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് പൊട്ടിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.